ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ രാമ
ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ഹരേ നമ ഹരേ ഗുരുവായൂരപ്പ ശരണം ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം ലോകിദേവരേ ശരണം സർവേശ്വരമംഗലത്തപ്പ ശരണം സർവേശ്വരമംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം തടയാകുളത്തമ്മേ ശരണം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ആഞ്ജനേയ സ്വാമിക്ക് ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീഹരയേ നമ ശ്രീഹരയേ നമ ശ്രീഹരയേ നമ ശ്രീഹരയേ നമ. ഭഗവാന്റെ ഭാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമ്മൾ ഈ ഒരു ദിവസം 8 ദിവസത്തെ പാരായണം ഭംഗിയായിട്ട് സമർപ്പിച്ചു. 9ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഭഗവാന്റെ ഓരോരോ ലീലകളും ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ മനോമാലിന്യങ്ങളെല്ലാം നീക്കിയിട്ട് മനസ്സിനെ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ സ്വയം ആവിരാസീത് നമ്മളിലൊരാളായിട്ട് വന്ന് 2 ഭാവത്തിലാണ് നമ്മളിലൊരാളായിട്ട് വന്നത്. ഒന്ന് ശ്രീരാമനായിട്ട് മനുഷ്യഭാവത്തിൽ വന്നു, പിന്നെ ശ്രീകൃഷ്ണനായിട്ട്. ശ്രീരാമൻ ധർമ്മം ആചരിച്ച് കാണിച്ചു തന്നു. അപ്പോൾ ആ ആചരിച്ച ധർമ്മങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അതാണ് ശ്രീരാമൻ ചെയ്തതൊക്കെ ആചരിച്ച് കാണിച്ചു തന്നു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മങ്ങൾ അങ്ങനെയല്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മങ്ങളെ നമ്മൾ ആവോളം ശ്രവിച്ച് ആനന്ദത്തോടു കൂടിയിട്ട് അത് മുഴുവനും അനുഭവിച്ചുകൊണ്ട് കൃഷ്ണാനുഭവം ഓരോന്നും നമ്മളോടൊത്താണ് ഭഗവാൻ ലീലയാടുന്നത് എന്നുള്ള ആ കൃഷ്ണ അനുഭവം നമ്മളിൽ ഉണ്ടാക്കി തീർക്കാനാണ്. ധർമ്മത്തെ ആചരിച്ച് മനസ്സ് പരിശുദ്ധമാകുമ്പോൾ ഈശ്വരൻ്റെ ആ ലീലകൾ, അതാണ് ബാലലീലകളൊക്കെ ധാരാളം. കാരണം നമ്മുടെ മനസ്സ് പല വിധത്തിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ ചഞ്ചലമായിക്കൊണ്ട് പലതിൻ്റെയും പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്നെല്ലാം ആ ബാലഭാവത്തിൽ വന്നിട്ട് ഏറ്റവും ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളോടാണ് പ്രിയം കൂടുതലാണ്. അവരവരുടെ മക്കളോട് അല്ലെ, എല്ലാവർക്കും സ്വന്തം കുട്ടികളോട് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. എത്ര വലിയ ഭാവം, അതായത് എല്ലാവരോടും ആ ഒരു ഇല്ലാണ്ട് എത്ര ഗൗരവ സ്വഭാവത്തിലിരിക്കുന്ന ഒരാളായാലും, എത്ര സ്നേഹപ്രകടനങ്ങളില്ലാത്ത ഒരാളായാലും, എത്ര ദേഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരാളായാലും, ഒരു കൊച്ചു കുഞ്ഞു വന്നിട്ട് ആ സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി അതിൻ്റെ ചേഷ്ടകൾ അവരുടെ മുമ്പിൽ കാണുമ്പോൾ അറിയാണ്ട് അവരുടെ മനസ്സ്
അതിലലിഞ്ഞു പോവുകയാണ് ചെയ്യുക. അത്രയും ഇതാണ് ആ ബാലലീലകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുത്രഭാവത്തിൽ ഭഗവാനെ കാണാനായിട്ട് ഭഗവാൻ ധാരാളം ലീലകളാടിയിട്ട് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്, തന്നിലേക്ക് ആകർഷിക്കുകയാണ്. രാമൻ തൻ്റെ ലീലകളിലൂടെ രാമഭാവത്തിൽ നിന്ന് നമ്മളെയൊക്കെ രമിപ്പിച്ച് നമ്മളുടെയൊക്കെ മനസ്സിനെ രമിപ്പിച്ചുകൊണ്ട് ഓരോന്നും അനുഷ്ഠിച്ച് കാണിച്ചു തരുന്നു. എങ്ങനെയാവണം പുത്രധർമ്മം, എങ്ങനെയാവണം രാജാവിൻ്റെ ധർമ്മം, എങ്ങനെ നമ്മളൊരു ഗൃഹസ്ഥൻ്റെ ധർമ്മം എങ്ങനെയാണ്, നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് എങ്ങനെ പെരുമാറണം, നമ്മളോട് ദേഷ്യപ്പെട്ട് വരുന്നവരോട് എങ്ങനെ പെരുമാറണം, അങ്ങനെ ഓരോ വിധത്തിലും നമ്മൾ എങ്ങനെ ആയിത്തീരണം, ഒരു നല്ല ഒരു ധർമ്മിഷ്ഠനായിട്ട് എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നു. അങ്ങനെ ഒരു ധർമ്മനിഷ്ഠയിലൂടെ മുന്നോട്ട് ചരിച്ച് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ അജ്ഞാനം കൊണ്ടാണ്, അജ്ഞാനത്തിനെല്ലാം നീക്കിക്കളഞ്ഞ് ജ്ഞാനത്തിൻ്റെ പാതയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകണു രാമചന്ദ്രപ്രഭു. അങ്ങനെ പരിശുദ്ധമായ ഹൃദയത്തിൽ തൻ്റെ ബാലലീലകളിലൂടെ പരമമായിട്ടുള്ള ഓരോരോ പ്രേമലീലകളിലൂടെ നമ്മളെ ആകർഷിച്ച് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ ഈ രണ്ടും അടുത്തടുത്തുള്ള അവതാരങ്ങളായിട്ട് വരുന്നു. ഒരെണ്ണം നമ്മളെ പരിശുദ്ധമാക്കാനും ഒരെണ്ണം നമ്മളെ ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടിയിട്ട് മനുഷ്യലീലകൾ. അപ്പോൾ ഭഗവാന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. സർവപ്രപഞ്ചത്തിനും ആധാരഭൂതനായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മം ആദ്യമേ തന്നെ രൂപമെടുക്കുക എന്ന് വെച്ചാൽ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് രൂപമെടുത്ത് ഓരോരോ ലീലകൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും വാമനായിട്ടും പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, അങ്ങനെ ഓരോ ഭാവത്തിൽ പല വിധത്തിലുള്ള രൂപങ്ങളെടുത്ത് ലീലകളാടുന്നു. ഇതെല്ലാം തന്നെ മനുഷ്യനെ നമ്മൾ മനുഷ്യഭാവത്തിൽ നമ്മളെ വിവേകത്തോടു കൂടി ചിന്തിച്ചത് ഈശ്വരനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരൻ തൻ്റെ നിലവിട്ടിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഏത് രൂപം ഭക്തനെ ഉദ്ധരിക്കാൻ, ഏത് രൂപം, കേവലം ഒരു കാട്ടുപന്നിയുടെ രൂപം വരെ സ്വീകരിക്കാൻ ഭഗവാൻ തയ്യാറായി. നോക്കൂ നമ്മുടെ ജീവിതത്തിൽ. അപ്പം അത്രയും നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്നതിൻ്റെ അർത്ഥം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം അത്രയുണ്ട്. നമുക്ക് പലരോടും നമ്മൾ പറയും നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് സ്നേഹമാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളുടെ തലത്തിൽ നിന്നൊന്ന് താഴാൻ ആരെങ്കിലും തയ്യാറാവുമോ? അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ചെയ്യുക. അപ്പം നമ്മൾക്ക് അതിനൊട്ടും നമുക്ക് സ്നേഹമുണ്ടെന്നൊക്കെ വാക്കുകൊണ്ട് പറയാം. പക്ഷേ നമുക്ക് അങ്ങനെ വേണ്ടി വരുമ്പോൾ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ ജാതിയുടെ പേര് പറഞ്ഞിട്ട് പൊസിഷൻ്റെ പേര് പറഞ്ഞിട്ടൊക്കെ നിൽക്കും. അതിൽ നിന്നൊരടി താഴാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ നോക്കൂ, പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമുക്ക് വേണ്ടി എത്ര കാരുണ്യമാണ് ചെയ്യണത് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കാര്യങ്ങളാണ്. അനുഭവിക്കേണ്ടതായിട്ടും പകർത്തേണ്ടതായിട്ടും രണ്ട് വിധത്തിലുള്ള ലീലകളെ ഭഗവാൻ കാണിച്ചു തരുന്നു. അപ്പോൾ ഇവിടെ ധർമ്മം ആചരിക്കുകയാണ് വേണ്ടത്, രാമനെ ആചരിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാരായണം 9ാം ദിവസത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് നിർത്തിയ ഒരു ഭാഗം ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഭരതൻ അവിടെ ചിത്രകൂടത്തിൽ പോയിട്ട് ഭരതൻ കാണുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ വായിച്ച് സമർപ്പിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങൾ വേണ്ടതുപോലെ പാരായണം ചെയ്യാനും വേണ്ടതുപോലെ അനുസ്മരിക്കാനും ഭഗവാൻ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ട് നമുക്ക് അനുഭവമാക്കി തീർക്കട്ടെ. എല്ലാവരുടെ മനസ്സും ഏകാഗ്രമായിട്ട് ഭഗവാന്റെ പാദത്തിൽ തന്നെ സമർപ്പിച്ച പൂക്കൾ നമ്മുടെയൊക്കെ മനസ്സാണ്. അത് ഭഗവാൻ തന്നെ
ആ പാദത്തിൽ നിന്ന് വിട്ടുപോവാതെ ചേർത്ത് പിടിക്കട്ടെ. അതുപോലെ ആ ഇന്ദ്രിയങ്ങൾ നാനാ വഴിക്ക് പാഞ്ഞു പോവാതെ കണ്ട് ഈ രാമായണത്തിൽ തന്നെ മനസ്സ് ഊന്നി ഇരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ആരംഭിക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കബിദ്ധജംഭൂബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. പറയൂ, എന്താ ആലോചിക്കണേ എല്ലാവരും? ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. സംശയാണല്ലോ. ഇനി അടുത്ത ഭാഗം പാരായണം ചെയ്യാൻ തുടങ്ങാം. കാരുണ്യപൂർണം ദശരഥാനന്ദനം ആരണ്യവാസാരസീകം മനോഹരം. ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം. ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു. ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സുംഗസീമനി ചേർത്തു പുനരഭി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം. സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയേ ഭരതംഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനും.
അതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനൻ. ഉഗ്രാതൃഷാർത്ഥമായ പശുകുലാമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ജനാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ മാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു. ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നാരൂഢമോദം മുലയും ചുരന്നു തഥാ അന്യമാരായുള്ള മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ. ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മി സമയായ ജാനകി തന്നെയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാൻ കണ്ണുനീർ. തത്രാ സമാഗതം ദൃഷ്ട്യാ ഗുരുവരം ഭക്തിയാവശിഷ്ടം സാഷ്ടാംഗമന്മാരുടന്നത്വാരകുത്തമനാശു ചൊല്ലിയിടിനാൻ. എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തോന്നു ചൊന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൾ വസിഷ്ഠനും. ധീമതം ശ്രേഷ്ഠാത് താതോദന്തമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു. മന്നവൻ പിന്നെയും ദുഃഖിച്ചു. രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാനറിയുക നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാപം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. ദക്ഷിണാമുച്ചേർന്ന് വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ താതാ മാം പരിത്യജ്യ വിധീവശാലേതൊരു ദിക്കിന് പോയി തയ്യോ ഭവൻ. ഹഹദോഹം മനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതിന്നാരാനുവാസരം ദേഹാമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ. മോഹാമെനിക്കിനിയില്ല ജീവിക്കയാൽ. സീതയും സൗമിത്രി താനും ഔവണ്ണമേ രോദനം ചെയ്തു വീണിടിനാൻ ഭൂതലേ. തദ്ദാശയം വസിഷ്ഠോക്തികൾ കേട്ടു വന്നുൾത്താപമൊട്ടു ചുരുക്കി വാണിടിനാൻ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരാമുദകക്രിയയും ചെയ്താൽ പിണ്ടം മധു സഹിതം ഗുദിസ്ഥല പിണ്ണാക്കിയ നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതു അതു സാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ. ദേവസ്തുതി വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതീ ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ. സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ മരുവീടിനൻ. അന്നേരമാശൂപരാധനം രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ പ്രഭോ രാമ മഹാഭാഗ മാമകാവാക്യം ജവീതെന്നു കേൾക്കണം. മുണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു അതുകൊണ്ടിനി വൈകാതെ ജൈക വേണം അഭിഷേകവും പാലനം ജൈക രാജ്യം തവ. പൈത്യം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവൻ ക്ഷത്രിയാണാമതി. ശ്രേഷ്ഠമം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയം ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലാതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജാപുത്രൻ കലാക്കി വനത്തിന് പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനാവാസം. അത്ഭുത വിക്രമനാഥാ പ്രസീതമേ
മാതാവു തന്നെ ദുഷ്കൃതം താവകാചേതസി ചിന്തിക്കരുദൂതയാനിധേ ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസാദ്യായ ഭക്തി പൂണ്ടിഥാമരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും മുഥാഭ്യരാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ രാമവാക്യമത്ര കേട്ടാലും കുമാര നീ എത്രയോക്തം ദയോ തത്തൈവ ശ്രുതം താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ പിത്രാ നിനക്കു രാജ്യം മാതൃസമേതം ദത്തമായി പുനാരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇന്ന് താതാ നിയോഗ അനുഷ്ഠിക്കയും വേണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഹരേ രാമ ജാനകീ ജീവനസ്മരണം യാതൊരുത്തൻ മൃദുവാക്യത്തെ ലംഘിച്ചു നിധി വിഹീനം വസിക്കുന്നു ഭൂതലെ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവാൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ രചിതൻ ചാന്ദനുത്തമ ശ്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിത നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾതാതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിൻ ഏതുമേ ദോഷം പറയരുതോർക്ക നീ സദുജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മനസ്സേ എങ്കിൽ ഞാൻ വാഴ്കൻ വനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതീ സാദരം രാഘവൻ താനും അരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്കു വിപീനവും പൂജനം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യാവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ വരുവാൻ കാനനത്തിനരുതെങ്കിൽ ചേരുവാൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ഉപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കു ഭരതനം നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ മൂഢനായിടല കേൾക്കാ നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരാസ്വൽഭവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യാകുലത്തിൽ അയോധ്യയിൽ ഭൂമിബാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി യോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവാന്മാരെന്നറിയുക വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യഥ്യം പുറപ്പെട്ടു രാഘവൻ മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവാകൃതമെന്നറിയുക നീ ശ്രീരാമദേവൻ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചേടുക കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്ക് പോകാമടിയാതെ മന്ത്രികളോടും ജനത്തോടും അന്തമില്ലാതെ പടയോടും എപ്പോഴേ
ചെന്നയോധ്യാപുരി ബുക്കു വസിക്ക നീ വന്നിടുമഗ്രജന്താനോ മനൂജനും ദേവിയും 7 സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്തിയാരഗുത്തമാ സന്നിധൗ സാദരം മുഹുർമു നമസ്കൃത സസോദരം പാതുകം ദേഹി രാജേന്ദ്ര രാജായതേ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമാരത്നാവിഭൂഷിത പാതുകാമുത്തമങ്കേ ചേർത്തു. രാമനരേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത്വ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നൻ സഗദ്ഗതം. മഞ്ഞബ്ധപൂർണേ പ്രഥമദിനെ ഭവൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യാദിവാസാമുഷസി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതീനങ്ങൂ ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു. വിടയും കൊടുത്തിടു തന്നെയാൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു. മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗവേരാധിപനായ ഗുഹനെയും മംഗലാവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടാകൊണ്ടിതു. കൈകേയിദാനം അതന്നെയല്ലേ വായിക്കണ്ടേ? കൈകേയിദാനം സുധാനുവാദം കൊണ്ടു ശോകാമകന്നു നടന്നു. മകനുമായി ഗംഗ കടന്നു. ഗുഹാനുവാദേന നാലങ്കപ്പടയോടും കൂടെ കുമാരമ്മ ചെന്നയോധ്യാപുരി രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ്യ പുരവാസികൾ നിത്യാസുഖേന വസിച്ചിതെല്ലാവരും. താപസാവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമൻപോടു പുക്കിതു. വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു. സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാനിരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവാവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനോജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലാദിനം. ചിത്രകൂടാജലേ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും. ഇവിടെ ഇരുന്നാൽ ഇനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീസുതായുമായ അത്യുത്തമനായ സൗമിത്രിയുമായി തത്യാജ ചിത്രകൂടാജലം രാഘവൻ സത്യസന്ധൻ നടാകൊണ്ടന്വനാന്തരെ അത്രീതന്നാശ്രമം പൊക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമത്പദം തവാകാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണം പരൻ മോക്ഷദാനെന്നറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടുതാൻ രാജീവലോചനം ഭ്രാതൃഭാര്യാന്യുതം ചൊല്ലിനൻ. ഭൂപാലനന്ദനന്മാരോട് ചൊല്ലഴൂമെന്നുടെ പത്നിയുണ്ടത്രേ കേൾ. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വച്ചുത്തമായ ധർമ്മജ്ഞ തപോധന പർണശാലാന്തർഗ്രഹേ വസിക്കുന്നിതു. ചെന്നു കണ്ടാലും ജനകാനൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നന സൂര്യപാദങ്ങൾ വണങ്ങിനാൻ.
വത്സേവരികാജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ വത്സേ പിടിച്ചു ചേർത്ത് ആലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു. മുനിപത്നിയും വിശ്വകർമാവിന നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ അനസൂയ നൽകിയിടിനാൻ. നന്നുപാതി വൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയ കമ്പുക്കു നന്നായി സുഖിച്ചു സുചീരം വസിക്ക നീ. ഇത്താമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുഗ്രഹേ ഗമിക്കുന്നയച്ചീടിനാൻ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാ തുഷ്ടി കലർന്നു തപോധനൻ അത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിന്മഹാമായ ജഗത്രയാവാസിനം സമ്മോഹകാരുണീയായതു നിർണയം. ഇത്തരാമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്രരാത്രോ വസിച്ചു രഘുനാഥനും. ദേവനുമാതിദേവിയോടൊപ്പം അരുളി ചെയ്തി ദേവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ദേവനുമാദേവിയോടെന്നരുൾ ചെയ്ത് ഏവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അവിടെ ലക്ഷ്മണകുമാരൻ അന്വേഷിച്ച് പോയി ചിത്രകൂടാചലത്തിലെത്തിയിട്ട് സാക്ഷാൽ ഭഗവാൻ ശ്രീരാമസ്വാമിയെ കാണുകയാണ്. അപ്പോൾ കണ്ട് നമസ്കരിക്കുമ്പോൾ ചോദിക്കുന്നു, അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അച്ഛൻ എന്തിരിക്കുന്നു, അച്ഛൻ എന്താ പറഞ്ഞയച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറയണു അച്ഛൻ്റെ ആ ഒരു വിയോഗത്തിനെ പറ്റിയിട്ട് പറയുകയാണ് ചെയ്യണത്. അച്ഛൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ. നമ്മളെവിടെ വരെ വായിച്ചെന്നുള്ളത് നോക്കുക. ഞാൻ അപ്പം ചോദിക്കുന്നു, അച്ഛൻ എന്താണ്, അച്ഛൻ എന്തെങ്കിലും വിഷമമുണ്ടോ, എന്നോട് പറയാൻ എന്തെങ്കിലും പറഞ്ഞേൽപ്പിച്ചോ എന്ന് ചോദിച്ച സമയത്ത് പറയണു, അച്ഛൻ്റെ അച്ഛൻ എപ്പോഴും പോയതിന് ശേഷം ദുഃഖത്തോടു കൂടിയിട്ട് സീതയെ രാമ ലക്ഷ്മണ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സ്വർഗലോകത്തിലെ പോയിട്ട് സ്വർഗസുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ ശ്രീരാമചന്ദ്ര പ്രഭു അച്ഛൻ്റെ മരണവാർത്ത കേട്ട് ദുഃഖിച്ച് ഭൂമിയിൽ വീണു. പിന്നെ ഇനി എന്നെ ലാളിക്കാൻ ആരാണുള്ളത് എന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ട് ഇരിക്കണു. അങ്ങനെ കുറച്ച് സമയം ആ ദുഃഖത്തിനെ എടുത്ത് സ്വീകരിച്ചിട്ട് പിന്നെ ആ ദുഃഖത്തിനെ സ്വീകരിച്ചതിന് ശേഷം ആ സംസ്കാര കർമ്മങ്ങളെല്ലാം ചെയ്യുകയാണ് അവിടെ ചെയ്യണു. അപ്പോൾ അതിൽ ഓടപ്പിണ്ണാക്കാണ് കൊണ്ടുള്ള പിണ്ണം സമർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരവർ എന്ത് ഭക്ഷണമാണോ കഴിക്കണേ അതാണ് സമർപ്പിക്കേണ്ടതെന്ന് പറയും. നമ്മളിപ്പോൾ ചോറ് നമ്മൾ പിണ്ടം വയ്ക്കുമ്പോൾ അരി അല്ലെങ്കിൽ ചോറ് ചെയ്യണതിൻ്റെ കാരണം നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം നമ്മുടെ അച്ഛനമ്മമാർക്ക് കൊടുക്കുക എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ ഈ ഓടപ്പിണ്ണാക്ക് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഓടക്കായ കിട്ടും അവിടെ, അത് കൊണ്ടുവന്ന് തല്ലി പൊട്ടിച്ചിട്ട് അത് കല്ലിലൊക്കെ ഇട്ട് ചതച്ച് അതിൻ്റെ എണ്ണയൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് അത് ഉണക്കിയെടുത്തിട്ട് ആ പിണ്ണാക്ക് അങ്ങനെയാണ് അതിൻ്റെ നന്മയൊക്കെ അതിൻ്റെ ഗുണങ്ങളെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ ആ ഓടപ്പിണ്ണാക്കാണ്. അത് തേന് കിട്ടും കാട്ടിൽ നിറയെ, ആ തേനിൽ ചാലിച്ചിട്ടാണ് കഴിക്കുക ആഹാരം. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആഹാരമാണ് പറയണത്. അപ്പോൾ അത് തേനിൽ ചാലിച്ചിട്ടാണ് ആ ആഹാരം കഴിക്കുക.
അപ്പം അത് അങ്ങനെ ആഹാരം അങ്ങനെയാണ് ശ്രീരാമചന്ദ്രപ്രഭു കഴിച്ചിരുന്നത്. അപ്പം അതേ ആഹാരം തന്നെയാണ് ഇവിടെ പിണ്ടത്തിന് സമർപ്പിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭരതൻ പറയണു, ഇനി ഇവിടെ കാട്ടിൽ വസിച്ചതൊക്കെ മതി, അമ്മയുടെ ഒരു വാക്ക്, തെറ്റായൊരു വാക്കുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പം അതുകൊണ്ട് അങ്ങ് ജ്യേഷ്ഠനല്ലേ, അങ്ങയുടെ ക്ഷത്രിയ ധർമ്മം അങ്ങക്ക് അറിയില്ലേ, രാജ്യപരിപാലനമാണ് അങ്ങയുടെ ധർമ്മം. അങ്ങ് രാജ്യമൊക്കെ പരിപാലിച്ച് പുത്രന്മാരെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് പുത്രന്മാർക്ക് സമയമാകുമ്പോൾ അവരെ രാജ്യ ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് വനത്തിലേക്ക് പോവുക. അല്ലാണ്ട് ആദ്യമേ തന്നെ ഇങ്ങനെ വനത്തിലേക്ക് പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഇത് അനുചിതമാണ്, അതുകൊണ്ട് തിരിച്ചു വരണം എന്നെല്ലാം പറയും. അപ്പോൾ പറയും, അച്ഛൻ്റെ വാക്കിനെ കേട്ടിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത്. അച്ഛൻ സന്തോഷത്തോടു കൂടിയിട്ട് എന്നോട് 14 വർഷം വനവാസം ചെയ്യാൻ പറഞ്ഞു. അച്ഛൻ നിനക്ക് രാജ്യവും തന്നു. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ വാക്കിനെ ധിക്കരിച്ച് ചെയ്യണേക്കാളും ഭേദം മരിക്കുകയാണ്. അങ്ങനെ പിന്നെ അഥവാ അങ്ങനെ അച്ഛൻ്റെ വാക്കിനെ ധിക്കരിച്ച് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ ചെന്ന് വസിക്കേണ്ടി വരും. അതുകൊണ്ട് നീ തന്നെ രാജ്യം ഭരിക്കുമെന്ന് പറയും. അപ്പോൾ പറയും, അച്ഛന് വയസ്സായി, നമ്മൾ പറയില്ല വയസ്സായി കഴിഞ്ഞാൽ ഓർമ്മയൊക്കെ കുറയും, അതും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ളതാണ്. മാത്രമല്ല ആ രാജപദവി കൊണ്ട് ആ രാജാവിൻ്റെ ഒരു പദവി ഒക്കെ നിയോഗിച്ചിട്ട് അച്ഛൻ എന്തോ പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊന്നും പാലിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ പറയും, അരുത്, അച്ഛനെ പറ്റിയിട്ട് അങ്ങനെ പറയാൻ പാടില്ല കുമാര. കാരണം അച്ഛൻ ശ്രീജിതനുമല്ല കാമാസക്തനുമല്ല. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് വെച്ചാൽ അച്ഛൻ്റെ സത്യം അച്ഛൻ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിനെ പരിപാലിക്കുക. സജ്ജനങ്ങൾ ഒരിക്കലും നരകത്തെക്കാളും കൂടുതൽ പേടിക്കുന്നത് സത്യലംഘനാണ്. സത്യം അപ്പം നമുക്ക് പറഞ്ഞു തരുന്നൂടെ സത്യത്തിൻ്റെ ഒരു മഹത്വം, സത്യത്തിൻ്റെ വില. അവനവൻ്റെ പ്രാണൻ പോയാലും സത്യം വെടിയരുത് എന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ടിട്ട് പറഞ്ഞു, അപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് എങ്കിൽ ഞാൻ വനവാസം ചെയ്യാം, ജ്യേഷ്ഠൻ പോയി രാജ്യം ഭരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് പാടില്ല. അവനവൻ്റെ ധർമ്മങ്ങൾ അവനവൻ ചെയ്യണം. വേറൊരു ധർമ്മം, അന്യധർമ്മം നമ്മൾ ചെയ്യാൻ പാടില്ല. അവനവന് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വിപരീതമായി പ്രവർത്തിച്ചാൽ സത്യവിരോധമായിട്ട് തീരും, അപ്പോൾ അത് പാടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണനെ പോലെ എന്നാൽ ഞാനും വരാം കൂടെ, എന്നെയും കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഞാൻ ഇവിടെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വയോവേഷം ചെയ്തിട്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇവിടെ ദർഭ വിരിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ എൻ്റെ പ്രാണനെ വെടിയും എന്ന് പറഞ്ഞിട്ട് ദർഭപ്പുല്ല് വിരിച്ചിട്ട് ആ വെയിലത്ത്, പൊള്ളുന്ന വെയിലത്ത് ഇറങ്ങി നിന്നു ഭരതൻ. അപ്പോൾ അത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു വസിഷ്ഠ മഹർഷി ഒന്ന് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ചെന്നിട്ട് ആ രാമതത്വം, രാമൻ ആരാണ്, എന്താണ് രാമൻ്റെ ഉദ്ദേശം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു ചേർന്നത് എന്നുള്ള കഥകളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആ ഗുരുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, എന്നാൽ അങ്ങയെ പൂജിക്കാനായിട്ട് അങ്ങയുടെ പാദുകങ്ങൾ തരണം എന്ന് പറയും. പാദുകങ്ങളുടെ ഒരു ശ്രേഷ്ഠത ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഥയാണ് ഭാഗവതത്തിൽ, രാമായണത്തിലുള്ളതൊന്നുമല്ല കേട്ടോ. ഒരു കഥ പറഞ്ഞു കേട്ടേക്കണ നാടോടി കഥയാവും ഓരോ നാട്ടുകാർ. അതെന്താണെന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രപ്രഭു വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അയോധ്യയിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ജനങ്ങൾ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്നിങ്ങനെ സമർപ്പിക്കും. അതിൽ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ, എല്ലാവരും നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ദരിദ്രനായിട്ടുള്ളൊരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ വിവാഹം ഒക്കെ കഴിഞ്ഞതാ എഴുന്നള്ളണു എന്നൊക്കെ കേട്ടപ്പോൾ തൻ്റെ കുലത്തൊഴിലല്ലേ, അപ്പോൾ അതുകൊണ്ട് തൻ്റെ കയ്യിലുള്ള സാമഗ്രികളൊക്കെ വെച്ചിട്ട് ഒരു ചെരുപ്പ് കുത്തിയിട്ട് ഒരു ചെരുപ്പുണ്ടാക്കി. ആ ചെരുപ്പുണ്ടാക്കിയിട്ട് ഇത് കയ്യിൽ പിടിച്ചു. പക്ഷേ അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ എന്താ, എല്ലാവരും വലിയ വലിയ രത്നമാലകൾ, അതുപോലെ സ്വർണ്ണപാത്രങ്ങൾ, അങ്ങനെയൊക്കെ വിലപിടിപ്പുള്ള പട്ടുകളൊക്കെയാണ് കൊടുക്കണത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമേ ഇതെങ്ങനെയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം, ഇതെങ്ങനെയാണ് കൊടുക്കുക. എന്നാൽ വേണ്ടാന്ന് ആരും കാണാണ്ട് തിരിച്ചു പോരാനായിട്ട് നോക്കിയപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു വിളിക്കും. അതല്ല, എന്താ പോണേ, സമ്മാനം കൊണ്ടുവന്നിട്ട് എന്താ തരാണ്ട് പോണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല, എൻ്റെ കയ്യിൽ അങ്ങേക്ക് തരാനായിട്ടുള്ളത് വിലപിടിപ്പുള്ളതൊന്നുമില്ല.
പറഞ്ഞു ഞാൻ ഏതോ എത്രയോ ഇഷ്ടത്തോട് കൂടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതല്ലേ ഇത്, ആ ഉള്ളിലുള്ള സ്നേഹം ഇതിനേക്കാളും വില എനിക്ക് സ്വർണ്ണാഭം. മറ്റതൊക്കെ എന്താ ഓരോരോ ദിക്കിൽ അവനവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് എന്തും വാങ്ങിക്കൊടുക്കുക. അതെന്ത് ചെയ്ത് അവനവൻ്റെ കൈ കൊണ്ട് അവനവൻ അധ്വാനിച്ച് അവനവൻ ഇഷ്ടത്തോടു കൂടി സമർപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഓരോ സാധനങ്ങൾ സമർപ്പിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സമർപ്പിക്കാം. പക്ഷേ നമ്മൾ തന്നെ നമ്മുടെ മുറ്റത്ത് ഒരു തുളസി ചെടി നട്ട് വളർത്തി അത് വളർന്നു കഴിഞ്ഞാൽ കുറച്ച് തുളസിപ്പൂ എടുത്ത് നമുക്ക് അറിയുന്ന പോലെ മാല കെട്ടി ഇവിടെ കൊണ്ട് സമർപ്പിക്കുമ്പോൾ, അപ്പോൾ ആ കടയിൽ പോയിട്ട് ഒരു സ്വർണ്ണമാല മേടിച്ചിട്ട് അതും ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ആ തുളസിമാലയാണ് ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അതുപോലെ പറഞ്ഞു എനിക്ക് ഈ പാദുകം എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഇതാണ്. കാരണം ഇതിൽ സ്നേഹം നന്നായിട്ടുണ്ട്. ഇത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞ് ആ ചെരുപ്പ് കുത്തിയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് ആ പാദുകങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ചിട്ട് തന്നെ കാലിലണിഞ്ഞു. അദ്ദേഹം കണ്ണുനീരോടുകൂടി അത് കണ്ടു നിന്നു. അത് കഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചിട്ട് അയോധ്യയിൽ പോണ സമയത്ത് എല്ലാം അവിടെ രാജകീയമായ എല്ലാം അഴിച്ചു വെച്ചിട്ട് മരപുരി ചാർത്തി ആയിട്ട് നഗ്നപാതനായിട്ട് വേണം വനയാത്രയ്ക്ക് പോകാൻ. പക്ഷേ ഈ പാദുകം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹം ആ പാദുകം മാത്രം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി കയ്യിലെടുത്ത് കൊണ്ടുപോകുന്നു അത്ര. അങ്ങനെയാണ് ആ പാദുകം ഭഗവാന്റെ പാദത്തിലുണ്ടായതെന്ന്. ഇത് ഭാഗവതത്തിൽ, ഇത് രാമായണത്തിലൊന്നുള്ള കഥകളല്ല കേട്ടോ. അത് ഈ പറഞ്ഞോണം തന്നെ ഒരു നാടോടി കഥകൾ ഓരോരുത്തർ പറയൂല, അങ്ങനെ ഒരു കഥയാണ്. അപ്പോൾ അത് നോക്കുക, ആ കഥയുടെ ഒരു മഹത്വം ആലോചിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ആ പാദുകം കൊണ്ടുപോകുന്നു. ആ പാദുകമാണ് ഇവിടെ ഭരതന് സമർപ്പിക്കുന്നത്. ആ പാദുകം നോക്കുക, ആ സ്നേഹത്തിൻ്റെ പാദുകം രാജാവിൻ്റെ എവിടെയാണ് ആ രാജസിംഹാസനത്തിലിരുത്തി പൂജിക്കപ്പെട്ടു അല്ലേ. അത് പൂജിക്കാനുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അപ്പം നമ്മൾ ഭഗവാന് സമർപ്പിക്കണ സമർപ്പണം അതിൻ്റെ മഹത്വത്തിനനുസരിച്ച് അത് ഇങ്ങനെ എത്തിപ്പെട്ടു. അപ്പം നമ്മളെ സമർപ്പണം ആത്മാർത്ഥമായിട്ട് വേണം. നമ്മൾ എന്തു കൊടുക്കണു എന്നുള്ളതിലല്ല, എങ്ങനെ കൊടുക്കണു, ഏത് ഭാവത്തോടു കൂടി കൊടുക്കണു. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇത് സ്വീകരിക്കണേ ഭഗവാനെ എന്നൊരു തുളസിയുടെ ഇല വച്ചാലും മതി. അതല്ല, ഇപ്പം നമുക്ക് ധനം കയ്യിൽ ധാരാളം ഉണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാലും നമ്മളിതാ ഒരു സ്വർണത്തിൻ്റെ ഒരു മാല, നല്ലൊരു പതക്കം, ഞാനിതാ സ്വർണ്ണപ്പതക്കം ഭഗവാനെ അവിടത്തേക്ക് സമർപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെയുള്ളവർക്ക് സമർപ്പിക്കേണ്ടെന്നൊന്നുമില്ല. അത് സമർപ്പിക്കുമ്പോഴും ഭഗവാനെ അവിടുത്തെ കാരുണ്യം കൊണ്ട് എനിക്ക് ഇത് എൻ്റെ കയ്യിൽ വന്ന് ചേർന്നത്, എനിക്ക് ഇത് കൊണ്ട് തൃപ്തിയായിട്ടില്ല, ഇതിലും നല്ലത് തരണം എന്നാണ്. പക്ഷേ ഇത് അങ്ങേക്ക് ഞാനിതാ സമർപ്പിക്കണു, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ലഭിച്ചത് ഞാൻ അങ്ങനെ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിനുണ്ട്. മറ്റത് നമ്മൾ അങ്ങനെയല്ല സമർപ്പിക്കണേ. നമ്മൾ ഇത്തിരി എന്തെങ്കിലും വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ഭഗവാന് കൊടുത്താൽ അപ്പം അതിൻ്റെ അടിയിൽ അല്ലേ എഴുതി വെച്ച്, നമ്മൾ നേരത്തെ പറയണ പോലെ ഇവിടെ പ്രദക്ഷിണ വഴി എഴുതുമ്പോൾ ഓരോ കല്ലിൻ്റെ മുകളിലും ഓരോരുത്തരുടെ പേര് കാണാം. ഇപ്പോൾ അടുത്തന്നെ എഴുതി വയ്ക്കും, ഇന്ന ആൾ വക എഴുതി വെച്ചാലേ പറ്റുള്ളൂ. കാരണം ഭഗവാൻ അറിയാം നമ്മളെന്താ ചെയ്തതെന്നുള്ളത്. പക്ഷെ ഭഗവാൻ അറിഞ്ഞാൽ പോലെ നാളെ ആളറിയണം, എൻ്റെ പേരെല്ലാവരും കാണണം, എൻ്റെ പേര്. അപ്പം അതുകൊണ്ട് വലുതാക്കി എഴുതി വയ്ക്കും. അതിലൊന്നും ഒരർത്ഥമില്ല. ആ പേര് തന്നെ ഈശ്വരൻ തന്നൊരു പേരാണ്, അതിൻ്റെ ഒരു അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് കഴിയുന്നത് സമർപ്പിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ചാൽ അത് ഏതൊരു കാലത്തും രാമപാദുകത്തിൻ്റെ മഹത്വം ആലോചിച്ച് നോക്കൂ. അത് ആ സമർപ്പണത്തിൻ്റെ മഹത്വമാണ്, രാമപാദുകത്തിൻ്റെ മഹത്വം ഇന്നും നമ്മൾ നമസ്കരിക്കണത്. അങ്ങനെയുള്ള ഒരു കഥ പറഞ്ഞു കേൾക്കണ ഒരു കഥയാണ് കേട്ടോ, രാമായണത്തിലുള്ളതല്ലേ. പിന്നെയും പറയട്ടെ, ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കേട്ടൊരു നാടോടി കഥ, അത് മാത്രമേ എനിക്ക് അടിസ്ഥാനമുള്ളൂ. അപ്പം അങ്ങനെ ആ പാദങ്ങളിലുള്ള മെതിയടി ഭഗവാൻ അനുജന് നൽകി. അനുജൻ അത് ആ പാദുകങ്ങളെ ശിരസാ വഹിച്ചുകൊണ്ട് അത് ഭക്തിപൂർവം പ്രദക്ഷിണമൊക്കെ വച്ച് അടുത്ത ദിവസത്തിൽ പറയണു 14 വർഷം 14 വർഷം വനവാസം എന്നല്ലേ പറഞ്ഞേ.
അത് പൂർത്തിയാകുന്ന അന്ന് അവിടെ നിന്ന് എത്തിയിട്ടില്ലെങ്കിൽ അതിനടുത്ത ദിവസം ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും എന്നുള്ളതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു ദിവസം പോലും വൈകരുത് എന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല, എൻ്റെ വാക്ക് തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മെതിയടിയൊക്കെ കൊടുത്തു. അതുകൊണ്ട് യാത്രയായിട്ടതാ അയോധ്യയിൽ വന്നു. അങ്ങനെ അവിടെ വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ രാജാവായിട്ട് വസിക്കുകയല്ല ചെയ്തത്. എങ്ങനെയാണോ ശ്രീരാമചന്ദ്രപ്രഭു കഴിയണത് അതുപോലെ ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ചിട്ട് നിലത്ത് കിടന്നിട്ട് ഉറങ്ങും. അദ്ദേഹത്തിൻ്റെ പോലെ ആ ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു. പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് അതിനെ രത്നങ്ങളെ കൊണ്ടൊക്കെ രത്നം മുത്തുകളൊക്കെ പതിപ്പിച്ച് അലങ്കരിച്ച് അതിന് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി പൂക്കളൊക്കെ സമർപ്പിച്ചു കൊണ്ട് അവിടെ പൂജിച്ചു. അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു വിചാരിച്ചു, ഇപ്പോൾ ഭരതൻ വന്നു, ഇനി കുറച്ച് തന്നാൽ ഓരോരുത്തർക്ക് കാണണം എന്ന് തോന്നുമ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് ആ മഹാവനത്തിലേക്ക് പ്രവേശിക്കണം എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ പോരുന്ന സമയത്ത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തി. അത്രി മഹർഷിയൊക്കെ നമസ്കരിച്ചു. അങ്ങനെ അപ്പോൾ അത്രി മഹർഷി പറഞ്ഞു, സീതാദേവിയോട് പറഞ്ഞു, അകത്ത് പോയിട്ട് അവിടെ എൻ്റെ പത്നിയായിട്ടുള്ള അനസൂയ അവിടെയുണ്ട്, അവിടെ അകത്ത് പോയിട്ട് കണ്ടോളൂ എന്ന് പറയാം. അനസൂയയെ കണ്ട് നമസ്കരിച്ചോളൂ, നന്മയുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അനസൂയയെ നമസ്കരിച്ചപ്പോൾ അനസൂയ വിശ്വകർമാവ് നിർമ്മിച്ച പട്ടുവസ്ത്രങ്ങൾ, കുണ്ടലങ്ങൾ, അംഗരാഗങ്ങൾ ഒക്കെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, എന്നും നന്നായിട്ട് വരും, ഒരിക്കലും എത്ര കഷ്ടപ്പെട്ടാലും ഈ ദേഹകാന്തി ഒരിക്കലും കുറയില്ല, ഇതുപോലെ തന്നെ നിൽക്കും. കാരണം ഇനി ദേവിക്കറിയാം അല്ലേ, അവരൊക്കെ വരാൻ പോണതിനൊക്കെ അറിയുന്ന മഹാത്മാക്കളാണ്. ഇനി അറിയാം അവിടെ പഷ്ണി കിടന്ന് അല്ലേ അത്രയും കാലം രാവണൻ കൊണ്ടുപോയിട്ട് രാമനെ കാണുന്നത് വരെ സീത നിരാഹാരത്തിലാണ് അവിടെ ഇരുന്നത്. ഒന്നും ഇല്ലാണ്ട് അവിടെ രാമനാമം മാത്രം ഭുജിച്ചുകൊണ്ട് രാമനാമം മാത്രം സേവിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയണു ദേഹകാന്തി കുറയില്ല. ഭർത്താവിനോടൊത്ത് രാജധാനിയിൽ പോയിട്ട് സുഖമായിട്ട് വസിക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ അപ്പോൾ അത്രി മഹർഷി പറഞ്ഞു, അങ്ങ് സാക്ഷാൽ നാരായണൻ തന്നെയാണെന്നറിയാം, അങ്ങയുടെ സർവ്വലോകങ്ങളെയും മോഹിപ്പിക്കുന്ന മായ തന്നെയാണ് അങ്ങയുടെ കൂടെയുള്ള സീതാദേവി എന്നറിയാം എന്നെല്ലാം പറഞ്ഞ് അവർ സത്സംഗങ്ങളൊക്കെ ചെയ്ത് അന്നത്തെ രാത്രി അവിടെ കഴിച്ച് കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അയോധ്യാകാന്ഡം ഇവിടെ സമർപ്പിക്കുന്നത്. അടുത്ത ഭാഗം ആരണ്യകാന്ഡമാണ്. ഇനി നമ്മൾ ആരണ്യകാന്ഡത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. ജാനകീ ജീവനസ്മരണം ഹരേ രാമ ഹരേ രാമ ആരണ്യകാന്ഡം പാരായണം ചെയ്യണു. ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ബാലികേ ശുഗാകുല മൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടൂ മടിയാതെ. നീലനീരദാനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീല നീരജാലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ വരൻ നാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനാപാരായണൻ പരമാത്മാവൂ തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതാമല്ലോ പാരാതെ പറയകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൽ. ഫലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമുഖി ഭഗവാൻ പരാപരൻ പ്രാലേയാജല മകളോടരുൾ ചെയ്തിടിനൻ. ബാലികയെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയനേകൻ അവ്യയനഭീരാമൻ
അത്രീ താപസാ പ്രവരാസമേ മുനിയുമായ ത്രയം സുഖിച്ചു വാണിടിനാനൊരു ദിനം. പ്രത്യുഷശുദ്ധായ തന്നിത്യകർമ്മവും ചെയ്തു താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചൻ. പുണ്ടരീകോത്ഭവപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡല മണ്ഡിതമം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമന്യെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടനാമതീനിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും. അങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നേതാരുള്ള ഹോതവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലിമാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ച് ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞൊരു എഴുന്നള്ളിയിടണ. അധികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നതു കേട്ട ആശീർവാദവും ചെയ്തുടൻ മന്ദം ചെന്നു തന്നെ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്പാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമാനി നദി കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നതു കേട്ടവർകളും ചൊല്ലിനാൻ. എന്തൊരു ദണ്ഡം മന്നവാം, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾക്കടുത്തിടുന്നതുണ്ട് താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാൽ ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാൻ ശ്രീരാമൻ പ്രസാദിച്ചു. താപസാകുമാരന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകുന്നു ചെന്നുടാൻ അത്രീപദം വന്ദിച്ചു. കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാൽ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനനമകം പുക്കാൻ. ധല്ലിധങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദി മൃഗഗണകീർണമാതപഹീനം ഘോരരാക്ഷസസങ്കുലാസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൽ. ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസംപരീക്ഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലക്കയും വേണം, നല്ലൊരു ശരാമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതാഭയം. പരമാത്മാക്കൾക്കു മധ്യയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയെ. എന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാം. ഇത്തരാമരുൾ ചെയ്തു. തത്പ്രകാരേണ പുരുഷോത്തമൻ തന്നുർദ്ധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങു മുന്നിലമ്മാറങ്ങൊരു പുഷ്പകരണിയും കണ്ടാൻ. കലഹാരോൽപല കുമുദാംബുജ രക്തോൽപല പുല്ലപുഷ്പേന്ദീവരശോഭിതാമജ്ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷാഛായാഭൂതലെ പുനരിരുന്നു യഥാസുഖം. അന്നേരം ആശുകാണായി വന്നേതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം ഉദ്ധൂത വൃക്ഷം കരാളോജ്വലാദംഷ്ടാന്യുത ഭക്തഗഹ്വരം ഘോരാകാരമാരുണ്ണേത്രം വാമാംസസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാദൂല സിംഹ മഹിഷി വരാഹാദിവാരണ മൃഗ വനഗോചര ജന്തുക്കളും
പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിൽ അത് അറിവന്നിടിനാനതു നേരം ഉദ്ധാനം ചെയ്തു ജാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായോരു ശാചരാനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘൂതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്താമറച്ചു കുമാര നീ വല്ലഭേ ബാലേ സീതേ പേടിക്കായി കേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവാനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നടുത്താനതു രാക്ഷസപ്രവരനും നിഷ്ഠൂരാതരാമവരോ എട്ടാശ പൊട്ടും വണ്ണം മട്ടഹാസവും ചെയ്ത് ഇടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നും കരൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടാഗോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപതൂണീരാപാണവൽക്കരാജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബലവന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമങ്ങ് കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽക രക്ഷോവാണികൾ കേട്ടു ദർശനാമരുൾ ചെയ്ത നിക്ഷാഗോകുലനാഥൻ മന്ദഹാസാനന്തരം രാമനെനിക്കു പേരെന്നുടെ പത്നി വൽവാമലോചന സീതാദേവി എന്നല്ലോ നാമൻ ലക്ഷ്മണൻ എന്നു നാമ ഇവനും മത്സോദരൻ പുക്കിതു അനന്തരം ജനകാനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിയുക നീ ശുത്വാരാമവാക്യമട്ടഹാസവും ചെയ്തു വക്തവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി കുതനം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ ത്രിലോകത്തിങ്കൽ എന്നെ ആരറിയാതുള്ളൂ എത്രയും മുടൻ ഭവാൻ നിഹ ധരിച്ചേ ഞാൻ മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇദ്ദേഹത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാൽ നിങ്ങൾക്കു ജീവിക്കൽ ആശയുണ്ടുള്ളിയിലെങ്കിൽ അങ്കരാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിൻ അല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവാൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരാമെടുത്തത് കണ്ടു രാഘവൻ അപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ കുതിച്ചു രാമമ്പലി വക്തവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനതു നേരം വസ്ത്രങ്ങൾ കൊണ്ടു കണ്ടിച്ചിടിനൻ പാദങ്ങളും ബന്ധരോഷത്തോടവൻ പിന്നെയും എടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ച് ഇടിനാനേതു രാമൻ രക്തവും വരന്നിരു ഭൂമിയിൽ അത് കണ്ടു കൗതുകത്തോടു ഉണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാൻ അപ്സര സ്ത്രീകളും അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുബികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗെ സ്വർണാഭൂഷണം പൂണ്ടു സൂര്യ സന്നിഭാകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രാണദാർത്തിഹരണം ഘൃണാകാരം രാഗേന്ദുമുഖം പേജ് വിട്ടിട്ടില്ല രാഗേന്ദുമുഖം ഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണമിന്ദിരാവരാതള ശ്യാമമിന്ദ്രാദി വൃന്ദവന്ദിതാപദം സുന്ദരം സുകുമാരം സുഗതീജനമനോമിന്ദിരം രാമചന്ദ്രം ജഗതാമഭീരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പുണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തെ കമലാപതേ ധരാപതേ ദുർവാസാവായ മുനിതന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷവും പ്രാപിച്ചേ നിന്നു നാഥ സന്തതാമിനി ചരണാംബുജായുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്തിയ വാണികൾ കൊണ്ടു നാമസങ്കീർത്തനം ചെയ്യാകണം വാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം ഇതര ഉത്തമ ഭക്തന്മാർക്ക് ബുദ്ധ്യനായി വരേണം ഞാൻ
നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേ നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജാവിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനായ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങളും. മുക്തമെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതാമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ജാനകി ജീവനസ്മരണം. സമയത്രയെന്നറിയാൻ ആരായാലും വായിച്ചില്ല. അതെ, കുറച്ചും കൂടെ വായിക്കാം. അപ്പം നമുക്ക് ഇപ്പം ഇവിടെ ആ ആരണ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഭഗവാൻ അത്രി മഹർഷിയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ദണ്ഡകാരണ്യത്തിന് പോകാൻ അനുഗ്രഹിക്കണം, കുറച്ച് ദിവസം അവിടെ താമസിച്ചതിന് ശേഷം പറഞ്ഞു പോകാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനോട് വഴി കാണിക്കണം, അവിടേക്ക് പോകാനുള്ള വഴിയൊന്നും കാണിച്ചു തരാൻ ആരെങ്കിലും പറഞ്ഞേക്കണം എന്ന് പറയുമ്പോൾ പറയും എല്ലാവർക്കും നേർവഴി കാണിക്കണം, അവിടെ നിന്ന് വഴി കാണിക്കാൻ ഞാൻ ആരാ. എങ്കിലും ആ ലോകഹിതാർത്ഥം നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നാടകത്തിൽ ഓരോരുത്തരും നടന്മാർ അവരവരുടെ വേഷം നന്നായിട്ട് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ ശിഷ്യന്മാരോട് കൂടിയിട്ട് അത്രി മഹർഷി കുറച്ച് ദൂരം അവരെ അനുഗമിച്ചു. പിന്നെ ഭഗവാന്റെ അനുവാദത്തോടു കൂടിയിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ തോണിയൊക്കെ കടന്നിട്ട് അവർ അപ്പുറത്ത് കടന്ന് എത്തിയപ്പോൾ ആ മുനികുമാരന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞു. അവർ തിരിച്ചു പോന്ന് എല്ലാ വിവരങ്ങളും മഹർഷി അറിയിച്ചു. രാമലക്ഷ്മണന്മാർ ആ വനത്തിൽ പ്രവേശിച്ചു. ക്രൂരമായിട്ടുള്ള മൃഗങ്ങൾ, ഘോരമായിട്ടുള്ള രാക്ഷസന്മാർ, സർപ്പങ്ങൾ, അങ്ങനെയുള്ള ആ കാട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇനി ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധയോടു കൂടിയിട്ട് നടക്കണം. പല രൂപത്തിൽ പല ഭാവത്തിൽ രാക്ഷസന്മാർ വരും, അവരെ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം, അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയോടു കൂടിയിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യം മുൻപിലായിട്ട് നടക്കുന്നത് ആരാ? ലക്ഷ്മണൻ നടക്കണം, നടുവിൽ സീത, പിന്നാലെ ശ്രീരാമസ്വാമി എന്നുള്ള നിലയ്ക്കാണ്. നമുക്കും ഭഗവാനും ഇടയിൽ നിൽക്കുന്ന മായ പോലെയാണ്, മഹാമായയാണ് നിൽക്കുന്നത്. ആ മായ നീങ്ങിയാലാണ് നമ്മുടെ ഒപ്പമുള്ള ആ ഭഗവാനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ആ മായയെ നമസ്കരിച്ച് മായയെ ജയിക്കണം, അപ്പം മാത്രമേ ഈശ്വരനെ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് പറയണു, കുറച്ച് അങ്ങനെയാണ് ആ ഒരു ഭാവമാണ് അവിടെ കാണിച്ചു തരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു തടാകം കണ്ടു. ആ തടാകത്തിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു രാക്ഷസൻ ഇങ്ങനെ വരികയാണ്. ആ രാക്ഷസനെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭുവിനോട് ചോദിച്ചു, ആരാണ് ഈ കാട്ടിൽ എന്താ അങ്ങനെ വരാൻ കാരണം? സുന്ദരിയായ ഒരു സ്ത്രീയും കൊണ്ട് നിങ്ങൾ എങ്ങനെ ധൈര്യത്തോടു കൂടി വന്നു? ഇവിടെയുള്ളവരെല്ലാ താപസന്മാരൊക്കെ ഓടി ഒളിക്കുക ചെയ്തത്, എന്നെ ഭയപ്പെട്ടിട്ട്. ഞാൻ ആരാന്ന് കേട്ടിട്ടില്ലേ, വിരാതനാണെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ശ്രീരാമചന്ദ്രപ്രഭുവാണ്, ഞാൻ വന്നത്, ഞാൻ രാമനാണ്, ഇതെൻ്റെ ഭാര്യ സീതയാണ്, ഇത് ലക്ഷ്മണനാണ്, ഞാൻ വന്നത് നിന്നെ പോലെയുള്ള അസുരന്മാരെ വധിച്ച് ലോകത്തിനെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം സീതാദേവിയെ അടുത്തേക്ക് ആ കോപത്തോടു കൂടി അടുത്തപ്പോൾ ആ രാക്ഷസൻ്റെ ആദ്യം കൈകൾ മുറിച്ചു, പിന്നെ കാലുകൾ മുറിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ശിരസ്സും ഛേദിച്ചിട്ട് ആ രാക്ഷസനെ വിരാധനെ വധിച്ചു. അപ്പോൾ വിരാധനെ വധിച്ചപ്പോൾ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആ ശരിക്കും ഒരു സുന്ദരത്തിലുള്ളൊരു ഒരു വിദ്യാധരൻ ആണ് പുറപ്പെട്ടേക്ക് വന്നത്. എന്നിട്ട് വേഗം തൊഴുതിട്ട് പറഞ്ഞു, ദുർവാസാവ് മഹർഷിയുടെ അഹങ്കാരം കൊണ്ട് നടക്കുന്ന എന്നെ ദുർവാസാവ് മഹർഷി ശപിച്ചിട്ടാണ് ഞാനൊരു രാക്ഷസനായിട്ട് തീർന്നത്. അത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ്. കാരണം
ഈ ഉള്ളിലുള്ള ഇത്രയും നല്ല പൊസിഷനിലിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഇത് അഹങ്കാരം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കൂലേ. അപ്പം അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ആ രാക്ഷസീയ ഭാവം മുഴുവനും അനുഭവിച്ച് തീർക്കാണ്ട് അത് പോവില്ല. അപ്പോൾ ആ രാക്ഷസനായിട്ട് തീരട്ടെ എന്ന് അനുഭവിച്ചിട്ട് ആ ഭാവത്തെ മുഴുവനും കഴിഞ്ഞ് അതാ പറഞ്ഞത്, നമുക്ക് വന്ന കർമ്മപ്രാരാബ്ദങ്ങൾ അനുഭവിച്ച് തന്നെ തീരണം. അത് തീർന്നപ്പോൾ അതാ അവിടെ ശ്രീരാമചന്ദ്ര പ്രഭു മുന്നിൽ വന്നു നിന്ന് അനുഗ്രഹിച്ചു. പറയണു, എനിക്ക് അഹങ്കാരം ഉണ്ടാവാൻ എന്താ കാരണം? ഞാൻ ഈശ്വരനെ മറന്ന് ജീവിച്ചത് കൊണ്ടാണ് എനിക്ക് അഹങ്കാരം ഉണ്ടായത്. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ എൻ്റെ നാവുകൾ എപ്പോഴും അവിടുത്തെ നാമം ചെല്ലാനായിട്ട് സാധിക്കണേ. എൻ്റെ കാതുകൾക്ക് എപ്പോഴും അവിടുത്തെ കഥ കേൾക്കാൻ പറ്റണേ. എൻ്റെ കണ്ണുകളെപ്പോഴും അവിടുത്തെ വിഗ്രഹങ്ങൾ കാണാനായിട്ട് സാധിക്കണേ. എൻ്റെ ശിരസ് എപ്പോഴും അവിടുത്തെ നമസ്കരിക്കാൻ സാധിക്കണേ. എന്ന് പറഞ്ഞാൽ എന്താ? കാതുകൾ നല്ലത് കേൾക്കാൻ, നല്ലതെല്ലാം ഈശ്വരൻ്റെ കഥകളാണ് അല്ലേ. കാതുകളെപ്പോഴും നല്ലത് കേൾക്കാൻ മാത്രം ശ്രദ്ധിക്കണം. നല്ലതല്ലാത്തത് കേൾക്കരുത്. നമ്മൾ അവിടെ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും കേൾക്കേണ്ടി വന്നാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകണം എന്നാ പറയുക. അത് ശ്രദ്ധിക്കാനേ പാടില്ല. അതിൽ ഞാനവിടെ ചെന്ന് പെട്ടപ്പോൾ കേട്ടു എന്നേ ഉള്ളൂ, പിന്നെ അവിടെ ഇരുന്നു എന്ന് പറയരുത്. അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ എപ്പോഴും നന്മ കാണുക. എല്ലാത്തിനും നന്മ കണ്ടാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വര ദർശനം. ഇപ്പോൾ എല്ലാവരെയും നമസ്കരിക്കാൻ പഠിക്കുക. വലിപ്പം ചെറുപ്പമൊന്നും നോക്കാണ്ട് എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കേണ്ട ആരാണ്? ഈശ്വരനാണ്. അപ്പോൾ എല്ലാവരെയും നമസ്കരിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുക. ഞാൻ എന്നുള്ള ഭാവത്തിലല്ലാണ്ട് എല്ലാവരെയും നേരിട്ട് ചെന്നിങ്ങനെ വീണ് നമസ്കരിക്കുന്നല്ല പറഞ്ഞേ. മനസ്സുകൊണ്ട് എല്ലാവരെയും ആദരിക്കുക. ഏതൊരാളിലുള്ളൊരു ആദരവ് നമ്മുടെ ഉള്ളിലുണ്ടാവുക. മനസ്സുകൊണ്ടൊരു നമസ്കാരം കൊടുക്കുക. അത് അങ്ങനെ സാധിക്കണം. പിന്നെന്താ? ആ ഭഗവത് ഭക്തന്മാരുടെ ദാസൻ്റെ ദാസനായി തീരാനെങ്കിലും അനുഗ്രഹിക്കണേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഭഗവാന്റെ ദാസൻ്റെ ദാസനാവുക എന്ന് വെച്ചാൽ സുഖമാണ് അല്ലേ. രാമായണത്തിൽ തന്നെ കാണാം, വിഭീഷണനെ അവിടുന്ന് രാവണൻ വധിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നിട്ട് വിഭീഷണനും ഭാഷകന്മാരും കൂടിയിട്ട് വരും ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് അഭയം ചോദിക്കാൻ. അപ്പോൾ വിഭീഷണന് മാത്രമേ അവിടെ ഒരു പരീക്ഷണം ഉണ്ടായുള്ളൂ. കടത്തണ്ടേ, ഇങ്ങനെ ശത്രുക്കളുടെ ഇടയിൽ നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും ഭഗവാൻ പറഞ്ഞു ആശ്രയിച്ചവരെ കൈവിടണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ വിഭീഷണന് ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചപ്പോൾ മറ്റുള്ളവരോട് ആരാ എന്താണെന്നും കൂടി ചോദിച്ചില്ല. വിഭീഷണൻ്റെ കൂടെ അവരെ പറ്റി ചോദിക്കുകയൊന്നുമില്ല. അപ്പോൾ ഭക്തൻ്റെ പാദങ്ങളെ ആശ്രയിച്ചിട്ട് ആ ഒരു ഭക്തന് കൈങ്കര്യം ചെയ്യാൻ ഭക്തന് കൈങ്കര്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വേണ്ടിയില്ല. ഭക്തനെപ്പോഴും എന്താ ഈശ്വര പൂജ ചെയ്യുന്നവരാവും. അപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ആ പൂജാ മുറിയൊക്കെ അടിച്ചു വാരി തുടച്ച് കൊടുക്കുക, പൂക്കൾ വേണ്ടത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള സഹായങ്ങളെ വേണ്ടൂ. ഭഗവാന് വേണ്ടിയിട്ട് മാല കെട്ടാൻ അറിയണവർ മാല കെട്ടിക്കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഭഗവത് പ്രീതി ഉണ്ടാവും. അതിൻ്റെ കൂടെ ആ ഭക്തൻ്റെ അങ്ങനെ ദാസ്യം ചെയ്യുമ്പോൾ ഭഗവാന് സന്തോഷവും. എൻ്റെ ഭക്തന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കേണ്ടതോ ഭഗവാന് സന്തോഷമായി. അപ്പോൾ ആ ഭക്തൻ്റെ കൂടെ നടന്നാൽ പിന്നെ ഭഗവാൻ ഇദ്ദേഹത്തിന് വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല. അങ്ങനെ നമ്മളില്ലേ അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം അനുഭവം പറഞ്ഞില്ലേ, അവിടെ ഗുരുവായൂരപ്പൻ്റെ അവിടെ ഉദയാസ്തമന പൂജ നടത്തുന്ന ആളുടെ കൂടെ പോയപ്പോൾ നമ്മളോട് നല്ല ആളങ്ങോട്ട് കടന്നു, എൻ്റെ കൂടെയുള്ള ആളാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദ്യം ഉത്തരവൊന്നുമില്ല, അങ്ങോട്ട് കൂടെ കടക്കേ വേണ്ട, ഈ ആളുടെ കൂടെ പോയാൽ മതി. ആ ആളോട് ചോദിക്കുക ആരാ? ഞാനിതാ കടലാസൊക്കെ കാണിച്ചിട്ട് ഉദയാസ്തമന പൂജയ്ക്ക് വന്ന് ഞങ്ങളുടെ ശരി കടന്നോളൂ. അപ്പോൾ കൂടെയുള്ളവരോട് ചോദ്യമില്ല, ഇവരുടെ കൂടെയുള്ളതാണെന്നറിയാം എന്ന് പറഞ്ഞ പോലെ നമ്മളോട് പിന്നെ ചോദ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അവിടുത്തെ ആ ദാസന്മാരുടെ ദാസനായിട്ട് തീരാനെങ്കിലും അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറയണു, ഭഗവാനെ ഒരേ ഒരു അപേക്ഷ മാത്രമേ അങ്ങയോടുള്ളൂ. എനിക്ക് ഈ അഹങ്കാരം വരണതും എൻ്റെ ആ ചിത്താശുദ്ധിയൊക്കെ നശിക്കാനും കാരണം മായയിൽ ഞാൻ പെട്ടുപോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങയുടെ ആ മായാദേവി എന്നെ മോഹിപ്പിക്കാണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കണം.
അങ്ങനെ ആ പ്രാർത്ഥന ഭഗവാൻ അനുഗ്രഹിച്ച് പറഞ്ഞേക്കണു. അത് കഴിഞ്ഞ് പറയണു, ആരാണോ ഈ സ്തുതി ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് ഈ ഭാഗങ്ങളൊക്കെ പാരായണം ചെയ്യണേ അവർക്ക് പാപങ്ങളെല്ലാം തീർന്നിട്ട് അവരുടെ കർമ്മപ്രാരബ്ധങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് ആ ഭഗവത് സാക്ഷാത്കാരം സാധിക്കും എന്ന് പറയണു. അത് കിടണേൻ്റെ ബുദ്ധിമുട്ടല്ല, അത് കെടുമ്പോഴേ ആ പുക വരുമ്പോൾ ചുമ വരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി പാരായണം ചെയ്യണത് ശരഭംഗ മന്ദിര പ്രവേശമാണ് പാരായണം ചെയ്യണത്. സമയം എത്രയായെന്ന് പറഞ്ഞ് അതെന്നാൽ നാളെ ആ ഭാഗം തൊട്ട് നാളെ പാരായണം ചെയ്യാം. ഭഗവാന്റെ അനുഗ്രഹം വേണ്ടതുപോലെ എല്ലാത്തിനും ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഇതുവരെ പാരായണം ചെയ്ത ഈ ഭാഗങ്ങൾ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. അറിഞ്ഞോ അറിയാണ്ടോ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകുന്നത് എല്ലാം പിഴച്ചിട്ട് എല്ലാ പിഴയും തീർത്ത് ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പല വഴിക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാനെ അതിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നമുക്ക് എത്തണില്ല. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ അതിന് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് വീണ്ടും 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 ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പല വഴിക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ ഭഗവാനെ അവിടുത്തെ പാദത്തിലേക്ക് പദാന്തരവിന്ദത്തിലേക്ക് രമിപ്പിച്ചിട്ട് നിർത്തണേ രാമ. ഞങ്ങളുടെ ആ മനസ്സിനെ അവിടുത്തെ പാദത്തിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ആ മനസ്സിലെ ഭഗവാനെ അവിടുന്ന് സീതാസമേതം അവിടെ ഇരുന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഇതെല്ലാം വേണ്ടതുപോലെ പാരായണം ചെയ്യാനും വേണ്ടതുപോലെ കേൾക്കാനും വേണ്ടതുപോലെ പറയാനും ഒക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകി ജീവനസ്മരണം, ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം, ആഞ്ജനേയ സ്വാമിക്ക് ജയ ജയ ശ്രീ രാധേശ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ പീതാംബരം ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തിം ച മാലാം രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീഹരയേ നമഃ. ജയ ജയ ശ്രീരാധേ. എല്ലാവരുടെ പാദത്തിലും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. നാളെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് തുടർന്നും പാരായണം ചെയ്യാനായിട്ട് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പാരായണത്തിൽ പങ്കെടുക്കാനും ഓരോ ദിവസവും നമുക്ക് അത് അനുഭവമായിട്ട് തീരാനും ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അധീശ്യ.